ബിന്ദുക്കളുടെ സ്ഥാനം രണ്ട് സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കാം എന്ന് കണ്ടല്ലോ. വിലങ്ങനെയും കുത്തനെയുമുള്ള വരകൾ ഉപയോഗിച്ചാണല്ലോ ഈ രണ്ട് സംഖ്യകൾ കണക്കാക്കിയത്. ഈ വരകൾക്ക് സൂചകാക്ഷങ്ങൾ അഥവാ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. വിലങ്ങനെയുള്ള വരയെ എക്സ് അക്ഷം എന്നും കുത്തനെയുള്ള വരയെ വൈ അക്ഷം എന്നും ഈ വരകൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിനെ ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്നുമാണ് പറയുന്നത്. അക്ഷങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ബിന്ദുവിന്റെ സ്ഥാനം സംഖ്യാ ജോഡിയായി എഴുതാം. ഈ സംഖ്യകളെ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. ആദ്യത്തേതിനെ എക്സ് സൂചക സംഖ്യ എന്നും രണ്ടാമത്തേതിനെ വൈ സൂചക സംഖ്യ എന്നും പറയുന്നു. ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണക്കാക്കാൻ അക്ഷങ്ങളിലേക്കുള്ള ലംബങ്ങൾ വരച്ചാൽ മതിയാകുമല്ലോ. ഈ ബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കൊരു ലംബം വരച്ചാൽ അത് 3-ൽ മുട്ടുന്നു. വൈ അക്ഷത്തിലേക്കുള്ള ലംബം 2-ൽ മുട്ടുന്നു. അതിനാൽ ഇതിന്റെ സൂചക സംഖ്യകൾ 3, 2 ആണ്. ഈ ബിന്ദുവിന്റേതോ എക്സ് അക്ഷത്തിലേക്കുള്ള ലംബം -4-ലും വൈ അക്ഷത്തിലേക്കുള്ള ലംബം 1-ലുമാണ് മുട്ടുന്നത്. അതിനാൽ ഇതിന്റെ സൂചക സംഖ്യകൾ -4, 1 ആണ്. ഈ ബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള ലംബം -2-ലും വൈ അക്ഷത്തിലേക്കുള്ള ലംബം 3-ലുമാണ് മുട്ടുന്നത്. അതിനാൽ ഇതിന്റെ സൂചക സംഖ്യകൾ -2, -3 ആയിരിക്കും. ഈ ബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള ലംബം 1-ലും വൈ അക്ഷത്തിലേക്കുള്ള ലംബം -2-ലുമാണ് മുട്ടുന്നത്. അതിനാൽ ഇതിന്റെ സൂചക സംഖ്യകൾ 1, -2 ആയിരിക്കുമല്ലോ. ഒരു ചിത്രം വരക്കാൻ പരസ്പരം ലംബമായ ഏത് രണ്ട് വരകളും അക്ഷങ്ങളായി എടുക്കാം. ഉദാഹരണമായി ഈ ചിത്രം നോക്കൂ. അക്ഷങ്ങൾ ഇങ്ങനെ വരക്കാം. രണ്ട് ചതുരങ്ങളുടെയും മൂലകളുടെ സൂചക സംഖ്യകൾ ഏതെല്ലാമാണ്? പച്ച ചതുരത്തിൻ്റെത് 0, 0, 4, 0, 4, 2, 0, 2 എന്നിവയാണല്ലോ. മഞ്ഞ ചതുരത്തിൻ്റെത് 0, 0, -4, 0, -4, -2, 0, -2 എന്നിവയുമാണല്ലോ. ഇനി അക്ഷങ്ങൾ ഇങ്ങനെ വരച്ചാലോ? സൂചക സംഖ്യകൾ എന്തെല്ലാമായിരിക്കും? മഞ്ഞ ചതുരത്തിൻ്റെത് 0, 0, 4, 0, 4, 2, 0, 2 എന്നിവയും പച്ച ചതുരത്തിൻ്റെത് 4, 2, 8, 2, 8, 4, 4, 4 എന്നിവയുമായിരിക്കുമല്ലോ. അക്ഷങ്ങളിലെ സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം 1 സെന്റിമീറ്റർ തന്നെ ആകണമെന്നില്ല. സൗകര്യം പോലെ ഏത് അകലവുമാകാം. ഉദാഹരണമായി 1/2 സെന്റിമീറ്റർ ഇടവിട്ട് കുത്തുകളിട്ടാൽ ഈ ചിത്രം ഇതുപോലെ ആവുമല്ലോ. ഇപ്പോൾ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തെല്ലാമാണ്? മഞ്ഞ ചതുരത്തിൻ്റെത് 0, 0, 8, 0, 8, 4, 0, 4 എന്നിവയും പച്ച ചതുരത്തിൻ്റെത് 8, 4, 16, 4, 16, 8, 8, 8 എന്നിവയും ആയിരിക്കുമല്ലോ. സൂചക സംഖ്യകൾ എണ്ണൽ സംഖ്യകളാകണമെന്നില്ല. ഉദാഹരണമായി പാദം 3 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററും ആയ ഒരു സമപാർശ്വ ത്രികോണം വരക്കാൻ പാദത്തിന്റെ മധ്യബിന്ദു ആധാര ബിന്ദുവായി ചിത്രത്തിൽ കാണുന്നത് പോലെ അക്ഷങ്ങൾ എടുക്കാം. ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തെല്ലാമായിരിക്കും? അത് -1, 1/2, 0, 1, 1/2, 0, 0, 4 എന്നിവയായിരിക്കുമല്ലോ. ഇനി ഈ സാമാന്തരികം വരക്കണമെങ്കിലോ? അക്ഷങ്ങൾ ഇങ്ങനെ വരക്കാം. കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയ ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 ആണല്ലോ. 30 ഡിഗ്രി കോണിനെതിരെയുള്ള വശം 2 ആയതിനാൽ 60 ഡിഗ്രി കോണിനെതിരെയുള്ള വശം 2√3 ആയിരിക്കുമല്ലോ. അതിനാൽ ഈ മൂലയുടെ സൂചക സംഖ്യകൾ 2, 2√3 ആയിരിക്കുമല്ലോ. ഈ മൂലയുടേതോ? ഈ ഉയരവും 2√3 ആണല്ലോ. അതിനാൽ ഈ മൂലയുടെ സൂചക സംഖ്യകൾ 8, 2√3 ആയിരിക്കുമല്ലോ. മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ 0, 0, 8, 0 എന്നിവയും ആയിരിക്കുമല്ലോ.
അക്ഷങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരക്കുമ്പോൾ എക്സ് അക്ഷത്തിനെ എക്സ് ഡാഷ് എക്സ് എന്നും വൈ അക്ഷത്തിനെ വൈ ഡാഷ് എന്നും ആധാരബിന്ദുവിനെ ഒ എന്നുമാണ് അടയാളപ്പെടുത്തുന്നത്.